വിവരാവകാശ നിയമം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം എന്നത് പലർക്കും വ്യക്തമായ അറിവില്ലാത്ത വിഷയമാണ്. സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന ധനകാര്യ ഇടപാടുകളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വില്ലേജ് ഓഫീസ്, ബ്ലോക്ക് ഓഫീസ്, ജില്ലാ ഓഫീസ് തുടങ്ങിയ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുപണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വിവരാവകാശ നിയമം വഴി ചോദിച്ചു അറിയാൻ സാധിക്കും. ഒരു പദ്ധതിക്ക് എത്ര രൂപ അനുവദിച്ചു, ആരാണ് കരാറെടുത്തത്, എത്ര പ്രവൃത്തി പൂർത്തിയായി, എത്ര രൂപ ഇതിനകം ചെലവായി, ബാക്കി എത്രയുണ്ട് എന്നതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങളാണ്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വീട് സഹായം, ശൗചാലയ ഗ്രാന്റ്, റോഡ് വികസന ഫണ്ട്, കുടിവെള്ള പദ്ധതി, വയോജന പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ആർക്കെല്ലാം ലഭിച്ചു, ആരുടെ അപേക്ഷയാണ് നിരസിച്ചത്, എന്ത് കാരണം പറഞ്ഞാണ് മാറ്റിവെച്ചത് എന്നതെല്ലാം RTI വഴി പരിശോധിക്കാം. പലർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നത് വിവരങ്ങളുടെ അഭാവം കൊണ്ടാണ്. ഈ നിയമം ഉപയോഗിക്കുമ്പോൾ ഓരോ ഫയലിന്റെയും നിലവാരം പുറത്തുവരും. വിവരാവകാശ നിയമം ഉപയോഗിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതല്ല, മറിച്ച് സംവിധാനത്തെ സുതാര്യമാക്കാനുള്ള നിയമപരമായ മാർഗമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും സമയപരിധിക്കുള്ളിൽ മറുപടി നൽകേണ്ടത് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. മറുപടി ലഭിച്ചില്ലെങ്കിൽ അപ്പീൽ നൽകാനുള്ള അവകാശവും നിയമം നൽകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ബോധമുള്ള ഒരു പൗരനായി മാറാൻ ഈ നിയമം നിങ്ങളെ സഹായിക്കും. ഫിനാൻസ് ചിന്തിക്കുന്നവർക്കുള്ള ബോധവൽക്കരണമാണ് ഈ വീഡിയോ. നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം, അത് അറിയാനും ചോദിക്കാനും നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. Don't forget to subscribe.